അതിവിടെ ഒരു പ്രത്യേക കാര്യം പറയാൻ വന്ന അപ്പോഴാണ് ഞാൻ ഓർത്ത് വെറൈറ്റി വേണം. ഒരു വെറൈറ്റി കാണിച്ചു തരാവേ. ഓക്കെ, കുറച്ചുകൂടെ പോട്ടെ. ഇനി നമുക്ക് മണ്ടയ്ക്ക് ഒട്ടിക്കാം കേട്ടോ. സെറ്റ് ആക്കട്ടെ. ഫിറ്റ് ചെയ്യണം. അല്ല അതല്ല, അവിടെ അല്ല, ഇത് ഫിറ്റ് ചെയ്യണം. അതോടെ ഒട്ടിക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ശത്രു സംഹാര പൂജ നടന്നു. നിങ്ങളെല്ലാവരും പറഞ്ഞു മൊട്ട ഞാനെന്തോ കൂടോത്രം ചെയ്തു. ഞാൻ കൂടോത്രം ചെയ്യുന്ന ആളല്ല. കൂടോത്രം ചെയ്യുന്നവരും ശത്രു സംഹാര പൂജ ചെയ്യുന്നവരും തമ്മിലൊക്കെ അങ്ങനെ കണക്ട് ചെയ്തു. ഞാൻ അങ്ങനെ ശത്രു സംഹാര പൂജ, കൂടോത്രം, നേർച്ച, പ്രാർത്ഥന അതൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നും ചെയ്യത്തില്ല. നമ്മൾ ഈ എന്താ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ടൈപ്പ് ആളാണ്. പക്ഷെ ഒരാൾ പോയി ഒരു ശത്രു സംഹാര പൂജ ചെയ്തു. പിന്നെ സംഭവിച്ചതാണ് ഇതൊക്കെ. ആദ്യം രവി പോയി, പിന്നെ കൂടെ ഉണ്ടാകുന്ന ഇക്ക പോയി, ഇനി ആരൊക്കെ പോവോ എന്തോ. ആ ആന്റണിയോടൊന്ന് സൂക്ഷിച്ചിരുന്നോളാൻ പറ. ഓരോരുത്തരെ കൂടെ നിന്നവർ പോയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ആന്റണിയുടെ കാര്യം ഇവിടെ നമുക്കറിയത്തില്ലായിരിക്കും. ശരിക്കുള്ള ശത്രുക്കളായിരിക്കും ചിലപ്പോൾ ഇവിടെ നിഗ്രഹിക്കപ്പെടുന്നത്, സംഹരിക്കപ്പെടുന്നത്. രണ്ടും ഒന്നാണല്ലേ. അപ്പോൾ ശത്രു സംഹാര പൂജയുടെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടേക്കുന്നത്. അല്ലാതെ ചെകുത്താന് കൂടോത്രവും മന്ത്രവാദവും ഒന്നും ഇല്ല. അപ്പം മന്ത്രവാദവും കൂടോത്രമൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ ആരാണെന്നും എന്താണെന്നും ഏതാണെന്നും എങ്ങനെയാണെന്നും ആരുടെ പവറാണെന്നൊക്കെ മനസ്സിലായി. എൻ്റെ അല്ല, ഞാനല്ല അത്. ഞാൻ ഇതിനകത്ത് ഇവരുടെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എനിക്കൊരു ആവശ്യവുമില്ല. നമ്മുടെ കാര്യം കഴിഞ്ഞ് പോയി. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. നിങ്ങൾ ആലോചിച്ചു, ശത്രു സംഹാരം, കൂടെ നിന്നവരൊക്കെ ശത്രുക്കളാണെന്നുള്ളത് ഇപ്പമെങ്കിലും മനസ്സിലായോ അണ്ണൻ വിശ്വാസിയല്ലേ അണ്ണന് മനസ്സിലായി. അണ്ണ എന്തിനപ്പി കാണിക്കണത് ഇമാതിരി ഇന്നൊരു പയലുകളിലൊക്കെ കൂടാണ് കൂട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പുള്ളി തിരുവനന്തപുരത്തൊക്കെ എന്തിരിത് ഇങ്ങനെയൊക്കെയാണ്. ഇത് എന്തൊരു കൂട്ടുകാരിത്, കൂടെ നടക്കുന്നതിനൊക്കെ കണ്ടില്ലേ കാണിച്ച് കൂട്ടണത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് കിടന്ന് പണയണ കേട്ട ഒന്നും അറിയത്തില്ല. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ കുഞ്ഞാവേ അല്ലേ, എനിക്കൊന്നിനും ഉത്തരവില്ല. എനിക്ക് ചോദിച്ചാൽ ഉത്തരം പറയാൻ നോ എനിക്കറിയത്തില്ല. എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മളൊന്ന് ചായ കുടിച്ചവരല്ലേ, ചോറ് തിന്നവരല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ശരിയാടോ, ഇയാൾ കഴിച്ച ഒരു ഹോട്ടലിരുന്ന് കഴിക്കുമ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ഒത്തിരി പേര് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അവരോടൊക്കെ ചെന്ന് പറയാം നമ്മളൊന്നിച്ചിരുന്ന് കഴിച്ചല്ലേ. എന്താണെങ്കിലും ശത്രു സംഹാര പൂജ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ബൈ. ഇതിവിടെ ഒട്ടിച്ച് വെച്ചേക്കാം മുകളിൽ. എല്ലാവരും ഈ ഫ്രണ്ടിലൊക്കെ അല്ലേ ഒട്ടിക്കുന്നത്. ഞാൻ മോളിൽ ഒട്ടിക്കുന്ന സാധനം മേടിച്ച്. പൊളി സാധനമാണ്.